എന്താ സാഞ്ചി അങ്ങനെ ആ നിക്ക എന്താ അല്ല ഇതാരൊക്കെ നേതാക്കന്മാര് വരിക ഇങ്ങോട്ട് വരിക. നമസ്കാരം മാഷേ. ഞാനേ ഒന്ന് ലൈബ്രറി വരെ ഒന്ന് പോണം, കുറച്ച് പുസ്തകങ്ങൾ എടുക്കണം, ആ സതീശനെ ഒന്ന് കാണണം. ആ എന്താണാവോ രണ്ടുപേരും? ഞങ്ങൾ മാഷിനൊന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ആ എന്താണാവോ കാര്യം? മാഷേ നാളെ ഗാന്ധി ജയന്തി അല്ലേ? ആണല്ലോ. അപ്പൊ സേവനവാരം നടത്തുന്നുണ്ട്. മാഷ് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അയ്യോ, ഞാൻ ആ പണിയൊക്കെ നിർത്തി. ഈ ഒരു ദിവസമുള്ള ഈ പ്രഹസനമൊന്നും ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. മാഷ് അങ്ങനെ പറയരുത്, കാരണം മാഷ് ഞങ്ങൾക്കല്ല ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെയാണ് വരില്ല എന്ന് പറഞ്ഞത്. ഈ ഒരു ദിവസം കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകളോട് നമുക്ക് ഒട്ടും താല്പര്യമില്ല കുട്ടികളെ. ഒരു ദിവസം അല്ല മാഷേ, പിന്നെ ഒരാഴ്ചക്കാലം മുഴുവനും ആ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡും ഞങ്ങൾ ക്ലീൻ ആക്കും. അതൊരു നല്ല കാര്യം കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ചെയ്യാൻ പോണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. എവിടെ വെച്ചാ പരിപാടി? പഞ്ചായത്തിന്റെ മുൻപിലാ ഉദ്ഘാടനം. എത്ര മണിക്കാണാവോ? ഒരു 9:30 മാഷ് എത്തിയാ മതി. ആയിക്കോട്ടെ, ഞങ്ങളെല്ലാരും അവിടെ ഉണ്ടാവും. അപ്പൊ ഞാനെന്നാ ഒരു 9:30 ആകുമ്പോ അങ്ങോട്ട് എത്തിക്കോളാം. അല്ല സന്തോഷം മാഷ്. മാഷ് ആ ഫോട്ടോയിൽ കാണുന്നത് ആരാ? അദ്ദേഹം ഒരു പഴയ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. ആഹാ, അപ്പൊ മാഷിന്റെ മുത്തച്ഛൻ പഴയ സ്വാതന്ത്ര്യ സേനാനി ആയിരുന്നു അല്ലേ? ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന്. മഹാത്മാഗാന്ധിനെ തിരിച്ചറിയാൻ പാടില്ലാത്തവരുണ്ട്, മണകുണാഞ്ച നേതാക്കന്മാര്. നിങ്ങളെയൊക്കെ ആരാടാ തെരഞ്ഞെടുത്ത? ഇറങ്ങ, ഇവിടുന്നാണ് ഇറങ്ങ. ശ്രീകരങ്ങളെ എനിക്ക് കാണണ്ട. പൊക്കോളൂ. മഹാത്മാഗാന്ധി കാണിച്ചിട്ട് മാഷിലെ അപ്പൂപ്പനാണോ? എനിക്ക് ഗാന്ധിജി കണ്ടത് മനസ്സിലായില്ലാന്നേ. എനിക്ക് തോന്നുന്നേ അത് പഴയ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. പുതിയ ഫോട്ടോ ആണെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. നന്നായി, നാരായണ മാഷ ആയതുകൊണ്ട് തല്ലാണ്ട് വിട്ടു. ഇങ്ങോട്ട് നിന്ന് മിക്കൽ അടി കിട്ടു. ഇന്നത്തെ തലമുറയുടെ ഒരു ഗതികേടെ. നാട്ടിലുള്ള എല്ലാ സിനിമാ നടിമാരെയും നടന്മാരുടെയും ഒക്കെ പടവും അവരുടെ ജാതകവും ഒക്കെ ഇവന്മാർക്കറിയാം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരുത്തനെ അവരറിയില്ല. ഈയിടെയായിട്ട് കണ്ടില്ലേ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നെഹ്റു സിനിമാ നടനാണെന്ന് ചോദിച്ച ആളുകളുണ്ട് ഇവിടെ, പിള്ളേര്.